ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പശ്ചാത്താപവിശമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ദാനിയേൽ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അവിടെ പറയുന്നതാണ്: ഒന്ന്, പശ്ചാത്താപ വിവശമായ ഹൃദയം എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയം. ദൈവത്തിനെതിരെയും മനുഷ്യനെതിരെയും ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കൾക്കും പ്രപഞ്ചത്തിനുമെതിരെയും എല്ലാം തിന്മ ചെയ്ത ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പശ്ചാത്താപം ഉണ്ടാകണം. അവന് പശ്ചാത്താപം ആവശ്യമാണ്. അങ്ങനെ പശ്ചാത്തപിച്ച് തുടർന്ന് പറയാണ്, വിവശമായ ഹൃദയത്തോടും എന്ന് പറഞ്ഞാൽ ഒരു എളിമയുള്ള ഹൃദയത്തോടെ, സ്നേഹമുള്ള ഹൃദയത്തോടെ, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഒരു ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണമെന്ന് ഇവിടെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തുറന്നു പറയാണ്, വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഏത് മനോഭാവത്തോടു കൂടെയാണ് ഞാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്? സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്: അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശ്രീകോവിലേക്ക് നമ്മൾ കരങ്ങൾ നീട്ടി ആ സ്വരം, ദൈവസ്വരം ശ്രവിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ വേണ്ടി കരങ്ങൾ നീട്ടുമ്പോൾ പറയുകയാണ്: ഒന്ന്, പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സ്, എളിമപ്പെടുന്ന ഒരു ഹൃദയം, വിനീതമായി മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് എളിമപ്പെടുന്ന മനസ്സോടും കൂടി കർത്താവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ, കർത്താവെ അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന ആ വചനത്തോട് ചേർത്ത് പറയുകയാണ്: കർത്താവെ അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ എന്ന്. നമുക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പശ്ചാത്താപവിശമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി സഹായത്തിനായി വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സ്വരം അവിടുന്ന് ശ്രവിക്കുമെന്നും ആ സ്വരം ശ്രവിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.